ഇസ്രയേലിനെതിരെ ഇറാന്റെ അടുത്ത ഭീഷണി. ഇറാന്റെ സൈനിക മേധാവിയാണ് ഈ ഭീഷണിയുമായി രംഗത്തെത്തിയത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ട്രെയിനിന്റെ ഭാഗമായി ഇസ്രയേലിനെ പൂർണ്ണമായി നശിപ്പിക്കുമെന്നാണ് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മേജർ ജനറൽ ഇബ്രാഹിം ജബരി വെളിപ്പെടുത്തിയത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഒരാഴ്ചക്കിടെ ഇത് 3-ാം പ്രാവശ്യമാണ് ഇസ്രയേലിനെ തകർക്കുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കുന്നത്. മാത്രമല്ല, ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് കൃത്യസമയത്ത് കൃത്യതയോടെ തന്നെ ഇസ്രയേൽ നഗരങ്ങളായ ടെൽ-അവീവ്, ഹൈഫ എന്നിവയെ പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ഇസ്രയേലിനെ മുഴുവനായി ചുട്ടുചാമ്പലാക്കുന്ന രീതിയിൽ നടപ്പിലാക്കുമെന്നുമാണ് ജബരിയുടെ ഭീഷണി. കൂടാതെ 2024 വർഷം ഏപ്രിൽ, ഒക്ടോബർ മാസങ്ങളിൽ നടന്ന ആക്രമണ പരമ്പരയ്ക്ക് ശേഷം അടുത്തതായി ഇസ്രയേലിനെതിരെ ഇറാൻ ആസൂത്രിതമായി നടത്തുമെന്ന് പറയുന്ന 3-ാമത്തെ ആക്രമണമാണിത്. ഈ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നാണ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, തുടർച്ചയായി IRGC ഇസ്രയേലിനെതിരെ ഭീഷണി ഉയർത്തി രംഗത്ത് വരുന്നുണ്ടെന്നതാണ്. കൂടാതെ കഴിഞ്ഞ ആഴ്ച ഇസ്രയേൽ സന്ദർശിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇറാൻ ഉയർത്തിയ ഈ ഭീഷണി ഇസ്രയേലിനൊപ്പം നിന്ന് ചെറുക്കുമെന്നും ഇറാനെ ആണവരഹിതമാക്കുമെന്നുമുള്ള പ്രഖ്യാപനമാണ് നടത്തിയിരുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാൻ ചൈനയിൽ നിന്നും 1000 ടൺ റോക്കറ്റ് ഇന്ധനം ഇറക്കുമതി ചെയ്തതായിട്ടും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തങ്ങളുടെ ഭൂഗർഭ മിസൈൽ ശേഖരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം, മിസൈൽ നഗരം എന്ന വിശേഷണത്തോടെയാണ് വെളിപ്പെടുത്തിയത്. അതിനാൽ തന്നെ ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ഇറാൻ സൈനിക കമാൻഡറുടെ ഭീഷണിയോട് ഇസ്രയേലിന്റെ വിദേശകാര്യമന്ത്രി ഗിദയോൺ സാർ പ്രതികരണം നടത്തിക്കൊണ്ട് രംഗത്ത് വരികയുണ്ടായി. ഇസ്രയേൽ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെന്നും ഇറാൻ തങ്ങളുടെ ശത്രുവാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രതികരണമായിരുന്നു ജബരിയുടെ വെല്ലുവിളിക്കുള്ള മറുപടി. മാത്രമല്ല, ഇറാന്റെ വെല്ലുവിളിയെ ഇസ്രയേൽ മുഖവിലേക്ക് എടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ കഴിഞ്ഞ ദിവസം നടന്ന ഭീകരാക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്നും ഇസ്രയേൽ കണ്ടെത്തുകയുണ്ടായി. പശ്ചിമേഷ്യയിലാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇറാനെതിരെ ഭീഷണിയുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല, അമേരിക്ക സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രധാനമായും ആരോപിക്കുന്നത് പശ്ചിമേഷ്യയിലെ ഏതൊരു പ്രശ്നം എടുത്തു നോക്കിയാലും അതിൽ ഇറാന്റെ കരം കാണുമെന്നാണ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ അന്ന് മുതൽ പറയുന്നുണ്ട്. അതിനായുള്ള ശ്രമങ്ങൾ നടക്കുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് നെതന്യാഹുവിൻ്റെ ഈ ഭീഷണി. ഇറാനെതിരെയുള്ള ഇസ്രയേലിൻ്റെ നിലപാട് വളരെയധികം കടുപ്പവുമാണ്. ഇസ്രയേൽ തുടങ്ങി വെച്ച പണി പൂർത്തിയാക്കുമെന്നാണ് ഇസ്രയേൽ പറയുന്നത്. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപിൻ്റെ ശക്തമായ പിന്തുണ ഇസ്രയേലിനൊപ്പം ഉണ്ടെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. കൂടാതെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് US രഹസ്യ ഏജൻസികൾ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇസ്രയേൽ ഇറാൻ സംഘർഷം തുടർന്ന് എങ്ങനെയാകുമെന്ന് ഇനി കണ്ടറിയാം.